യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്ത് ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവിക പദ്ധതികളെക്കുറിച്ച് ഉപദേശിക്കുക മാത്രമല്ല, തന്റെ ജീവിതത്തിലൂടെ അവൻ നമുക്ക് അത് തെളിയിച്ചു തന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതകാലത്തുണ്ടായിരുന്ന പലർക്കും യേശുക്രിസ്തുവിന്റെ ഉപദേശം കൈക്കൊള്ളുവാൻ മനസ്സായില്ല എന്ന് മാത്രമല്ല, ഏതു വിധേനയും ഈ ഉപദേശത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന ആഗ്രഹത്തോടെ പലതും പ്രവർത്തിച്ചുവെങ്കിലും ഇന്നും യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ സ്നേഹം സകല ജനവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം യേശുക്രിസ്തു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഞാനിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മരിച്ചു മൺമറഞ്ഞു പോയ ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ഇന്ന് നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ, നമ്മുടെ പ്രയാസ വിഷമ നിമിഷങ്ങളിൽ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കടന്നുപോകുന്ന സാഹചര്യങ്ങളെ നോക്കി ഭാരപ്പെടല്ലേ, മറിച്ച് ഈ ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കണം. എല്ലാ സാധ്യതകളും അസ്തമിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അഖില ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചിലത് ചെയ്യുവാൻ മതിയായവനാണ് എന്ന് മറന്നു പോകരുത്.